USS പരീക്ഷയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അപ്പോൾ സോഷ്യൽ സയൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് നമ്മുടെ യൂണിറ്റ് 3 കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. ഇതിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട വർഷങ്ങളോ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തികളോ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നമുക്ക് ഏതൊക്കെയാണ് ചോദ്യങ്ങളെന്ന് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ച് ഒപ്പുവെച്ചത് എന്നാണ്? 1949 നവംബർ 26-നാണ്. നവംബർ 26-നെ ഭരണഘടനാ ദിനം എന്ന പേരിൽ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ നിയമദിനം, ലോ ഡേ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. 26 റിപ്പബ്ലിക് ഡേ ആണ്. ഇനി എന്താണ് റിപ്പബ്ലിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു രാജ്യത്തിന്റെ തലവനെ തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത്തരം രാജ്യങ്ങളെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26-നാണ്. പിന്നീട് മറ്റൊരു ഭാഗം ഭരണഘടനാ ഭേദഗതികളാണ്. ഇന്ത്യയുടെ ആദ്യ ഭരണഘടനാ ഭേദഗതി നടന്നത് 1951-ലാണ്. അതിൽ പട്ടികകളുടെ എണ്ണം, അതായത് ഷെഡ്യൂൾഡുകളുടെ എണ്ണം 9 മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികളാണ് രണ്ടാമത്തെ പ്രധാന ടോപ്പിക്ക്. ഇത് 1976-ലെ 42nd അമെൻമെന്റ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. 1976 42nd അമെൻമെന്റ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിൽ മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത തുടങ്ങിയ വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് സംഭവിച്ചത്. അതേപോലെ 1978-ൽ 44-ാം ഭേദഗതി ഇത് സ്വത്തവകാശത്തെ മൗലികാവകാശം അല്ലാതാക്കി മാറ്റി. ഇപ്പോൾ സ്വത്തവകാശം എന്ന് പറയുന്നത് നിയമപരമായ അവകാശമാണ്. 1992-ലെ 73, 74 ഭേദഗതികൾ ശ്രദ്ധിക്കുക. ഇത് പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങളാണ്. 73-ാം ഭേദഗതി പഞ്ചായത്തി രാജ് നിയമവും 74-ാം ഭേദഗതി നഗരപാലിക നിയമവുമാണ്. ഇനി അതുപോലെ GSTയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം നമുക്ക് പഠിക്കാനുള്ളത് 2016-ലാണ് 101-ാം ഭേദഗതി. 2002-ലെ 86-ാം ഭേദഗതി വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റി. ഫണ്ടമെന്റൽ റൈറ്റ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ടുള്ള ഒരു കാര്യം വിദ്യാഭ്യാസം ആണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധവും സൗജന്യമായ വിദ്യാഭ്യാസം നൽകുക. ഇത് രക്ഷിതാവിന്റെയും ഗവൺമെന്റിന്റെയും കടമയായി മാറുമ്പോൾ അത് കുട്ടിയുടെ അവകാശമായി മാറുന്നു. ഈ കാര്യം